എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? റാഹത്തായിട്ട് പോകുന്നില്ലേ? എനിക്കും ഫാമിലിക്കൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഒരേ കണ്ടന്റ് തന്നെയാണ്. നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരിലും മാക്സിമം എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ടൈമുകൾ ചുരുക്കമുള്ളൂ. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോട്ടാ. 1 രൂപ പോലും നിങ്ങൾ ചിലവാക്കണ്ട. നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ മാത്രം മതിയിട്ടാ. എൻ്റെ കൂടെ 500-ൽ പരം ആളുകൾ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, വീട്ടമ്മമാരും ഒരുപാട് പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ഏണിങ്സ് ഡെയിലി 1000 വരെ ഉണ്ടാക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നല്ലൊരു വരുമാനം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരു വിഷമവും നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ എങ്ങനെ നോക്കല്ലേ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെല്ലിംഗ് ആണ് കേട്ടോ. ഡ്രസ്സിൻ്റെയാണ്, ഓൺലൈൻ ബിസിനസ് ആണ്. അപ്പോൾ നമുക്കിതാ നോമ്പാവാനായി ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളതായാൽ നമുക്ക് നോമ്പ് ഇരുന്നാക്കുള്ള ഡ്രസ്സ് പർച്ചേസിങ്ങിലാവും എല്ലാവരും. അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഡെയിലി 1000-ൽ പരം ഡ്രസ്സുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സെയിൽ ചെയ്താൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് നിങ്ങൾ കയറിയിട്ട് ജോയിൻ ആവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ മാത്രം നിങ്ങളെ ഫോണിൽ കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കൂടി ആഡ് ചെയ്തിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളെ കുട്ടീൻ്റെ പേരോ അല്ലെങ്കിൽ ഡ്രസ്സ് സംബന്ധമായ ലൈഫ് സ്റ്റൈലിനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിന് ഒരു പേര് കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യമൊക്കെ കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് തുടങ്ങുക. എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ അതിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാം, നിങ്ങൾ ആ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുമോ, ഞാനൊരു ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയതാണ്, നിങ്ങളൊന്ന് ജോയിൻ ആവുമോ എന്ന് ചോദിച്ചിട്ട് കസ്റ്റമറുകളെ കൊണ്ട് ജോയിൻ ആയിപ്പിക്കാം. എൻ്റെതാണ്, ഞാനാണ് ചെയ്യുന്നതെന്നൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിടുന്ന ഡ്രസ്സ് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടം അത് മാത്രമല്ല സെലക്ട് ആക്കേണ്ടത്. എല്ലാവരുടെ കാഴ്ചപ്പാടും ഒന്നല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമുക്ക് ഇഷ്ടമായത് മാത്രം സെലക്ട് ആക്കി കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇടരുത്. ഞാനിടുന്ന A to Z കാര്യങ്ങൾ നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് ഇടുക. ഞാനിടുന്നത് പ്രൈസ് എത്രയാണോ അതിൻ്റെ റേറ്റിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഡ്രസ്സിൻ്റെ തുണി ഏതാന്നുള്ളത്, സൈസിൽ എത്ര വരെ സൈസ് ഉണ്ട് എന്നുള്ളത്, ലൈനിങ് ഉണ്ടോ എന്നുള്ളത്, ഓപ്പൺ ഉണ്ടോ എന്നുള്ളത് എല്ലാതും കൊടുത്തിട്ടുണ്ടാവും. അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും ചെയ്യാം. അപ്പോൾ അതിൽ 1000 രൂപയുടെ ഡ്രസ്സിന് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 1100-ഓ 1200-ഓ ആക്കിയിട്ട് അത് നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടിടുക. ഡ്രസ്സ് ഇടുക, കാറ്റലോഗ് ഇടുക, നെക്സ്റ്റ് എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുക്കുക, പിന്നെയും ഡ്രസ്സ് ഇടുക, കാറ്റലോഗ് ഇടുക, അങ്ങനെ പോവുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്യാം. അതായത് നിന്റെ കാറ്റലോഗ് നിങ്ങളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതായത് ഒന്ന് അമർത്തി പിടിച്ചാൽ കോപ്പി പേസ്റ്റ് ആവും. ഐഫോണുകാർ കാണുന്നുണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ മേലെ 3 കുത്ത് കാണും. അതിലൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ കോപ്പിന്ന് കാണും. കോപ്പിന്ന് കാണാൻ നിങ്ങളെ ഗ്രൂപ്പിൽ പോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ, ഒന്ന് അമർത്തി കൊടുത്താൽ, ടച്ച് ചെയ്ത് കൊടുത്താൽ അതിൽ വരും. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ റേറ്റിൻ്റെ അവിടെ ഒന്ന് മാറ്റി കൊടുക്കുക. ഞാൻ 1000 രൂപ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയാണോ ഇടുന്നത് അവിടെ നിങ്ങൾക്ക് എത്രയാണോ മാർജിൻ വേണ്ടത്, ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് 1000 അല്ല 100 ആണോ 200 ആണോ 50 ആണോ എത്രയാണോ വേണ്ടത് അത് നിങ്ങളായിട്ടിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ആക്കുക. പിന്നെ അങ്ങനെ ഷെയർ ആക്കി പോവണേ. അങ്ങനെ ഇപ്പോൾ അതിലുള്ള ഒരാൾ 2-3 ആളുകൾ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്കിപ്പോൾ ഈ ഡ്രസ്സ് വേണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് വന്നിട്ട് ചോദിക്കുക, ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം, കസ്റ്റമറോട് പോയിട്ട് ആ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് നെയിം വാങ്ങണം, അഡ്രസ്സ്, പിൻകോഡ്, സ്ഥലം, വിളിച്ചാൽ കിട്ടുന്ന 2 മൊബൈൽ നമ്പറും കൂടെ വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തരാം. അതുപോലെ ഡ്രസ്സിൻ്റെ പ്രൈസും, ചില ഡ്രസ്സിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, അത് 50 രൂപയാണ്. അപ്പോൾ ചിലത് ഫ്രീ ഷിപ്പിംഗ് ആവും കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ പ്രൈസും കൂടെ വാങ്ങിയിട്ട് നിങ്ങളെ അക്കൗണ്ടിലോട്ട് വെരിപ്പിക്കുക. ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫറിങ് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്നിട്ട് നിങ്ങളേക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം, നിങ്ങൾ എത്രയാണോ കൂട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക. ഞാൻ എത്രയാണോ അതിലിട്ടിട്ടുള്ളത് അതെനിക്ക് സെൻഡാക്കി തരിക. ഈ അഡ്രസ്സും സെൻഡാക്കുക. ഫ്രം അഡ്രസ്സിൽ നിങ്ങളെ പേരും നിങ്ങളെ മൊബൈൽ നമ്പറും, നിങ്ങളാണല്ലോ ഇത്. അപ്പോൾ നിങ്ങളെ പേരും മൊബൈൽ നമ്പറാണ് ഫ്രം അഡ്രസ്സിൽ തരും. നിങ്ങളാണല്ലോ അവർക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെ ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ പേരും മൊബൈൽ നമ്പറും അയക്കുന്നത്, അവരുടെ അഡ്രസ്സും അയക്കുന്നത്. 2-ൽ അവരുടെ അഡ്രസ്സ് പോകും, ഫ്രണ്ടിൽ നിങ്ങളെ പേരും അഡ്രസ്സും കൊടുക്കും. സാധനം അവർക്ക് ഡിസ്പാച്ച് ആക്കിയ ഉടനെ തന്നെ നിങ്ങളെ ട്രാക്ക് നമ്മൾ ഏൽപ്പിക്കും. അങ്ങനെ കസ്റ്റമറിന് വേണമെങ്കിൽ ട്രാക്ക് വിട്ടു കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നിങ്ങൾ അന്നാന്ന് എത്ര ഓർഡേഴ്സാണ് എടുക്കുന്നത് അതിൻ്റെ ക്യാഷ് നിങ്ങൾക്ക് അന്ന് തന്നെ കിട്ടും. പിന്നീട് വെക്കാനോ സാധനം അവരുടെ കയ്യിൽ കിട്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ കിട്ടും. അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത്. അത് ഇപ്പോൾ നല്ലൊരു ടൈമാണ്, നോമ്പ് ഇത് അടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡ്രസ്സ് വേണ്ടി വരും. നിങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ കൂടിക്കോ, സ്റ്റാറ്റസ് വെക്കുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിലാക്കാം. ക്യാഷ് നിങ്ങൾ കൂട്ടിയിട്ടിടുക. കസ്റ്റമർ കിട്ടുമ്പോൾ എന്നോട് വന്ന് പറയാം, ഞാൻ സാധനം അയച്ചു കൊടുക്കുന്നു, നിങ്ങൾ ക്യാഷ് തരുന്നു, ഓർഡർ പക്ക.
അപ്പോൾ നിങ്ങൾ ഡെയിലി നോക്കുക. എൻ്റെ കൂടെ ഒന്നും അറിയാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ടായിരുന്നു. ഓൺലൈൻ ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരുപാട് പൈസ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. ഡെയിലി 500, 1000 ഒക്കെ ആയിട്ട് വാങ്ങുന്നുണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ അവർക്ക് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒന്നും മടി വിചാരിക്കണ്ട കേട്ടോ. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരായിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നോട് വന്ന് ചോദിക്കുക. അതിലൊന്നും ഒരു മടി വേണ്ട. ഈ കമന്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്കിനെ പിൻ ചെയ്തിട്ട് വെക്കുക. അതിലൊന്ന് കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ നേരത്തെ തന്നെ എനിക്ക് മെസ്സേജ് വരും. ഞാൻ എല്ലാതും പറഞ്ഞുതരാം കേട്ടോ. അതിനൊന്നും ടെൻഷൻ വേണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ബാങ്ക് ട്രാൻസ്ഫറിങ്ങും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ആട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ കയ്യിലില്ല. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് വേറൊരു ഇതാണ്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അയക്കുന്നത് എന്നുള്ളത്. TTDC അയക്കുന്നുണ്ട്, നമ്മൾ പോസ്റ്റ് അയക്കുന്നുണ്ട്. TTDC ആകുമ്പോൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ക്യാഷ് അഡ്രസ്സും അയക്കണമെങ്കിൽ നാളെ നമ്മൾ ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ 3 to 4 days കൊണ്ട് കസ്റ്റമർ കയ്യിൽ കിട്ടും. പോസ്റ്റിലാകുമ്പോൾ ഡിലേ വരും കേട്ടോ. 7 days ഒക്കെ പിടിക്കും വീട്ടിലെത്തുമ്പോൾ. ചില TTDC വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ ചിലർ പറയാറുണ്ട്. നിങ്ങളവിടെ എങ്ങനെയൊക്കെയാണ് നമുക്കറിയില്ല. പലയിടത്തും പലതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഫാമിലി ഒരുപാട് പേര് ഒരു ഡെയിലി എന്തെങ്കിലും ഇൻകം വാങ്ങാൻ ഇഷ്ടമുള്ളവരും അതുപോലെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായി പോകാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അവർക്കും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കണ്ടന്റ്. മെയിൻ ഡ്രസ്സിൻ്റെ ഓൺലൈൻ ബിസിനസ്സാണ്. A to Z ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ട്. മോഡസ്റ്റ് വെയറും പാർട്ടി വെയറും അബായസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ആയിക്കോ. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ഇടുക, കാറ്റലോഗ് ഇടുക, നെക്സ്റ്റ് കൊടുക്കുക, പിന്നെ ഡ്രസ്സ് ഇടുക. ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും നിങ്ങൾ അതിൽ കൊണ്ട് ഷെയർ ചെയ്യാൻ നോക്കുക. അന്നാന്ന് ഷെയർ ചെയ്യാൻ നോക്കണം. ഒരു പോയിന്റ് അതാണ്. മറ്റേത് ഞാൻ ഇന്നിട്ട 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടിടുമ്പോൾ ഇവിടെ ഡ്രസ്സ് സ്റ്റോക്ക് ഔട്ട് ആവും. അങ്ങനെ ഒരുപാട് കസ്റ്റമർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കാട്ടാ, പിന്നെ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. അതായത് ആദ്യം നിങ്ങളെ കുറച്ച് അറിയുന്ന ഫ്രണ്ട്സും ഫാമിലി ആവുമല്ലോ നമ്മൾ ജോയിൻ ആക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പോയിട്ട് അതിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്ന് പറയുമ്പോൾ അവരങ്ങ് ഷെയർ ചെയ്തു പോകും. അപ്പോൾ നമ്മളിൽ ആളുകളെ കിട്ടും, കസ്റ്റമേഴ്സിനെ കിട്ടും. പിന്നെ കസ്റ്റമേഴ്സ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്യരുത്. ഡെയിലി നിങ്ങൾ അന്നാന്ന് വരുന്ന കളക്ഷൻസ് അപ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവരും വിചാരിക്കും കുഴപ്പമില്ല, അവരിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ അപ്പോൾ കസ്റ്റമറോട് എന്ത് ഡൗട്ട് ആണെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴും അവർക്കൊരു ഇത് തോന്നുക, അല്ല അവർ ജെന്യൂനാണ്, പെട്ടെന്ന് റീപ്ലൈ തരുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ കസ്റ്റമർ അങ്ങനെ കിട്ടാനാ നിൽക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറയലുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ ലെഫ്റ്റ് ആയി പോകുന്നത് എന്താ ചെയ്യാന്നൊക്കെ. അതിന് നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി. കുറേ ആളുകൾ ഹാങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ലെഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ മീഡിയ വിസിലിറ്റിയിൽ നോ കൊടുക്കാൻ പറയാം. യെസ് ആവും, അവരെ ഫോൺ ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ടാവും. അത് നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാലറിയിൽ വരില്ല, ആ ഫോണിൽ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ കാണുള്ളൂ. അങ്ങനെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടും. മെയിനായിട്ട് ഇതാ പറയാനുള്ള, ഓർഡർ കിട്ടാനുള്ള മെയിൻ വഴി ഡെയിലി അപ്ഡേഷൻ നടത്തുക. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എപ്പോഴും പോസ്റ്റ് ചെയ്യാൻ നോക്കുക, സ്റ്റാറ്റസ് വെക്കുക. എപ്പോഴും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും എത്താൻ കഴിയും. അതിന് മെയിൻ തെളിവാൻ ഞാൻ തന്നെ 60 പേര് വെച്ച് തുടങ്ങിയുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് പേരിലെത്തി. നമുക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്, അതുപോലെ ഓൺലൈൻ ബിസിനസ് റീസെല്ലിംഗ് ഉണ്ട്, കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സും റീസെല്ലേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഒരേ കണ്ടന്റ് തന്നെയാണ്, ബോറടിക്കുന്നുണ്ട് അറിയാം. പക്ഷെ എന്നാലും ഒരുപാട് പേരിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിലോ കുടുംബത്തിലോ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ ആയിട്ട് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. അവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിന് നിങ്ങൾക്ക് ഇഷ്ടമായ പേരിടുക കേട്ടോ. ഡ്രസ്സ് സംബന്ധമായിട്ടോ കുട്ടികളെ പേരോ എന്ത് വേണമെങ്കിലും ചെയ്യുക. അങ്ങനെ ഒരു പേരിട്ടിട്ട് നന്നായിട്ടൊരു അടക്കും ചിട്ടയോട് ഗ്രൂപ്പ് ഒന്ന് മാനേജ് ചെയ്യാൻ നോക്കുക. ഡെയിലി അപ്ഡേഷനും കാറ്റലോഗ് വൃത്തിയിലും അതുപോലെ നെക്സ്റ്റ് കൊടുക്കുക, അതുപോലെ കസ്റ്റമർ ചോദിക്കുന്ന റീപ്ലൈ കൊടുക്കുക. പിന്നെ അതുപോലെ ആ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ, അതിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാതും യൂസ് ചെയ്യുക, അതൊക്കെ മാക്സിമം ചെയ്യുക. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് മെയിൻ നമ്മുടെ ഇതാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പാർട്ടി വെയർ ഐറ്റംസും മോഡസ്റ്റ് വെയർ ഐറ്റംസും നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മളെ വീഡിയോയിൽ ആദ്യം ജോയിൻ ആവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ നിങ്ങളും ജോയിൻ ആവുക. കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് വെക്കുക. അതായത് മുകളിൽ തന്നെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയാൽ മുകളിൽ തന്നെ ഉണ്ടാവും. പിൻ ചെയ്യുമ്പോൾ മുകളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊന്ന് പോയി ക്ലിക്ക് ചെയ്താൽ നേരെ എൻ്റെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റും. അതിൽ ജോയിൻ ആവുക, ഞാനിടുന്ന ഡ്രസ്സും ഒക്കെ നിങ്ങളപ്പോൾ ഷെയർ ചെയ്ത് പോവുക. വാട്സപ്പ് ഗ്രൂപ്പോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഗൂഗിൾ പേ മസ്റ്റ് വേണം നിങ്ങൾക്ക് കേട്ടോ. ഗൂഗിൾ പേയോ ഫോൺ പേയോ ബാങ്ക് ട്രാൻസ്ഫറിങ്ങോ എന്തായാലും വേണം. അതായത് കസ്റ്റമർ ഓർഡർ തരുമ്പോൾ അവർ ക്യാഷ് അയക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യം. എന്നിട്ട് നിങ്ങൾ എത്രയാണോ കൂട്ടിയിട്ടുള്ളത് നിങ്ങൾ എടുത്തിട്ട്
ബാക്കി എനിക്ക് അയക്കുക. ഞാൻ അയച്ചത് എത്രയാണോ അത് എനിക്ക് അയച്ചാൽ മതി. അപ്പം അങ്ങനെയാണ് ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത്രേ ഉള്ളൂ. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഫസ്റ്റായിട്ട് കേൾക്കുന്നവർക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഒന്നിനും മടി വിചാരിക്കണ്ട. പിന്നെ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടൂട്ടാ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ലൈക്കും കൂടെ തരണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഞാൻ വീണ്ടും വീണ്ടും പറയണം, ആർക്കെങ്കിലും ഒരു വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് ഒന്ന് അയച്ചും കൂടെ കൊടുക്കുക. അവർക്കും കൂടെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് പറയാനുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് മെസ്സേജ് ആക്കിയാൽ ഞാൻ ഡയറക്റ്റായിട്ട് റീപ്ലൈ എല്ലാവർക്കും തരുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.